Welcome to Flavors of India. ആനഗുണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാം. ഇത് കുറച്ചുകൂടെ ഒരു ചിൽ ഔട്ട് പ്ലേസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹംപിയുടെ ആ ഭാഗത്തുള്ളതിനെക്കാട്ടിലും ഒരുപാട് ഫോറിനേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന വേറെ കുറേ കാര്യങ്ങളിലേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അങ്ങനത്തെ ഒരു ഏരിയ തന്നെയുണ്ട്. ഇറങ്ങി ഇപ്പോൾ ലാഫിംഗ് ബുദ്ധ റെസ്റ്റോറൻറ്റ് ആൻഡ് ഹോം സ്റ്റേ അതിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഇതിനെക്കുറിച്ച് ഞാൻ വായിച്ചായിരുന്നു. പിന്നെ എന്താ പറയുക, ലോൺലി പ്ലാനറ്റിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ലാഫിംഗ് ബുദ്ധ. ഓക്കെ, ലാഫിംഗ് ബുദ്ധ സ്പെഷ്യാലിറ്റീസ് വന്നു കഴിഞ്ഞു. വൺ ഈസ് എ പാസ്ത എന്ന് പറയുമ്പോൾ ഇത് ടൊമാറ്റോ സോസ് ആൻഡ് ചിക്കൻ ചീസൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ പേര് പൊളോ ഈ പൊമോഡോറി എന്നാണ് ഈ പാസ്തയുടെ പേര്. അവർ ആ ഡിഷിന് കൊടുത്തിരിക്കുന്നത് ഇസ്രേലി ഫുഡാണ്. സ്നിറ്റ്സൽ ലഫ, ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഹുമൂസ് ഉണ്ട്, പിന്നെന്താ പിറ്റ ബ്രെഡ്, ചിക്കൻ സ്നിറ്റ്സൽ, ഫ്രഞ്ച് ഫ്രൈസ്, സാലഡ് എല്ലാം കൂടി ചേർന്ന് വരുന്നൊരു കാര്യം. പിന്നെ ഇത് പിസ്സ, ഇത് ചിക്കൻ ആൻഡ് മഷ്റൂം എല്ലാം കൂടി വരുന്നൊരു പിസ്സയാണ്. ഇനി നമ്മളുടെ ഇസ്രേലി ഫുഡ് സ്നിറ്റ്സൽ, hummus, salads, french fries, ചിക്കനാണ്. വെരി ടേസ്റ്റി. തിന്നായിട്ടുള്ള ചിക്കൻ്റെ സ്ലൈസസ് ആണ്. പിറ്റ ബ്രെഡാണ് അതിൻ്റെ കോമ്പിനേഷൻ. വെരി ടേസ്റ്റി. ഇത് ഇവരുടെ സ്പെഷ്യലാണ് ഇവിടെ ലാഫിംഗ് ബുദ്ധ. ഫ്രഷ് ഗാർഡൻ സാലഡ്, അങ്ങനെ നമ്മൾ ഇസ്രേലി ഫുഡും ടേസ്റ്റ് ചെയ്യുന്നു, ഇറ്റാലിയൻ ഫുഡും ടേസ്റ്റ് ചെയ്യുന്നു. എല്ലാം ഈ ഒരു ടെമ്പിൾ ടൗണിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് ചെയ്യുകയാണ്. ഹംപി, അവിടെ ഇത് ആനഗുണ്ടി. ഒരു വിളിപ്പാട് അകലെയാണ് ഹംപി. ഇതൊക്കെ നോക്ക്, കാണാം, നമുക്ക് കണ്ടുകൊണ്ട് കഴിക്കാം. അങ്ങനെ നല്ലൊരു ലാഫിംഗ് ബുദ്ധ റെസ്റ്റോറൻറ്റ് എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് ഫ്രം ട്രിപ്പ് അഡ്വൈസർ, പിന്നെ ലോൺലി പ്ലാനറ്റിലെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ നോക്കൂ, ഇവിടുത്തെ ഫ്രൂട്ട് ട്രീസ് ഉണ്ട്. ഇവിടെ ചിക്കു ഉണ്ട്, മാംഗോ ട്രീസ് ഉണ്ട്, കായ്ച്ചൊക്കെ നിൽക്കുന്നുണ്ട് ചിലതെല്ലാം. അത് ചിക്കു ഒക്കെ കായ്ച്ച് നിൽക്കുക. ഒരുപാട് മാങ്ങയുടെ മാംഗോ ട്രീസ് ഉണ്ട്. അതിൻ്റെ സീസൺ ആകുമ്പോൾ അതെല്ലാം ഇങ്ങനെ കായ്ച്ച് കിടക്കും. ഇങ്ങനെ കുറേ നാരങ്ങയുടെ ചെടിയുണ്ട്, കണ്ടില്ലേ, ലെമൺ. അത് ഇങ്ങനെ കുറേ നാച്ചുറലായിട്ടുള്ളൊരു സെറ്റിങ്സിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡാണ് തരുന്നത്. പിന്നെ ചില്ലിങ് ഔട്ട് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ എല്ലാം ഇങ്ങനെ ചില്ലിങ് ഔട്ട് പ്ലേസസ് ഒരുപാടുണ്ട്. തറയിൽ ഇങ്ങനെ ബെഡ് പോലെയാണ് ഇട്ടിരിക്കുന്നത്, പില്ലോസ് ആൻഡ് ബെഡ് എല്ലാം വെച്ചിട്ട്. അപ്പോൾ വരുന്ന ഗസ്റ്റുകൾ വെറുതെ കഴിച്ച് പെട്ടെന്ന് ജോലി തീർത്ത് പോകുന്നവരല്ല. അവരവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, കിടക്കാം, വേണമെങ്കിൽ കുറച്ച് നേരം അവിടെ കിടക്കാം, ചരിഞ്ഞിരിക്കാം. പിന്നെ അതിന് ലാപ്പിൽ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാം, ബുക്സ് വായിക്കാം, പിന്നെ നമ്മുടെ മൊബൈലിലിരുന്ന് ഇൻ്റർനെറ്റിൽ സർഫ് ചെയ്യാം, ഫേസ്ബുക്ക് അത് ഇതൊക്കെ കളിച്ചുകൊണ്ടിരിക്കാം. പിന്നെ മ്യൂസിക് കേട്ടിരിക്കാം, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവും. പിന്നെ സ്മോക്ക് ചെയ്യാം, ഡ്രിങ്ക് ചെയ്യാം,
ഭക്ഷണം ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് കഴിക്കാം, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചിറ്റ് ചാറ്റ് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ. അതാണ് ഈ ചില്ലിങ് ഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് വൈകുന്നേരം വന്ന് രാത്രി വരെ അവർക്ക് ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാം. നല്ലൊരു മൂഡാണ്. ആ ഒരു മൂഡിൽ, ഒരു റിലാക്സ്ഡ് മൂഡിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത് അവരതനുസരിച്ച് കൊണ്ടുവരും. വെയിറ്റിംഗ് ടൈം കൂടുതലായിരിക്കും. അതൊന്നും അവർക്ക് പ്രശ്നമില്ല. കാര്യം വേറെ പല ആക്ടിവിറ്റീസും ഇങ്ങനെ നമ്മളിങ്ങനെ റിലാക്സ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യല്ലേ. വായിക്കുന്നു, കിടക്കുന്നു, നോക്കുന്നു, അല്ലെങ്കിൽ ആപ്പിൽ നോക്കിയിരിക്കുന്നു, മ്യൂസിക് കേൾക്കുന്നു, ബുക്സ് വായിക്കുന്നു. അപ്പോൾ ഒരു കഫേ കൾച്ചർ പ്ലസ് എന്താ പറയുക, ഒരു ലൈബ്രറിയിൽ വന്നിരുന്ന് നമ്മൾ ഭക്ഷണം ചായയൊക്കെ കുടിച്ച് നമ്മുടെ വീട്ടിലിരിക്കുന്ന പോലെ ഒരു റിലാക്സ്ഡ് മൂഡായിരിക്കും ഇത്തരം ചില്ലിങ് ഔട്ട് പ്ലേസസിൽ വന്നാൽ. എന്തായാലും എനിക്കത്ര സമയമില്ല ചില്ലിങ് ഔട്ടിലിരിക്കാൻ. ഞാൻ പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തു. ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാം വളരെ ഫ്രഷ് ആൻഡ് എക്സലൻറ്റ് ക്വാളിറ്റി ഓഫ് ഫുഡ് മേക്കിംഗ്. നൈസ്. ലാഫിംഗ് ബുദ്ധ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമല്ല, ഇവിടെ ഹോം സ്റ്റേയും ഉണ്ട്. ബാംബു റൂംസൊക്കെ ഉണ്ട്. ഒരുപാടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ആൾക്കാർ വന്ന് താമസിച്ച് റിലാക്സ് ചെയ്ത് പോകുന്നൊരു സ്ഥലം. ഇത് ഇച്ചിരി അകത്തോട്ടാണ്. ഇവിടെ സൗണ്ട് ഹീലിംഗ്, ജേർണി തെറാപ്പി അവരെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ യോഗ, എവറിത്തിങ്. അപ്പോൾ വീണ്ടും നമ്മൾ ആ റോഡിലൂടെ നടക്കുകയാണ്. കണ്ടില്ലേ, സായിബ മദാമയെല്ലാം ഇങ്ങനെ 2 വീലേഴ്സിൽ സുഖമായിട്ട് നടക്കുന്നുണ്ട്. ടിപ്പി റെസ്റ്റോറൻറ്റ്, ഇത് വേറൊരു റെസ്റ്റോറൻറ്റ്. പിന്നെ ഇവിടെ ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്ന പ്രത്യേക സ്ഥലങ്ങൾ, ബുക്ക് ചെയ്ത് കൊടുക്കും. ഇത് ട്രെയിൻ ടിക്കറ്റ്സ്, ബസ് ടിക്കറ്റ്സ്, ടൂർ കാര്യങ്ങളെല്ലാം അവർക്ക്. പിന്നെ ആർട്ട് ഗാലറീസ് ഉണ്ട്, ടിബറ്റൻ ആർട്സ്, ടിബറ്റൻ ഹീലിംഗ് സെൻറ്റർ, റിക്കി കോഴ്സ്, ഹീലിംഗ് കോഴ്സ്. പിന്നെ ഇങ്ങനത്തെ കുറേ ഡ്രസ്സിൻ്റെയൊക്കെ അവർക്ക് ആവശ്യമുള്ള ടൈപ്പ് ഓഫ് ഡ്രസ്സസ്. ഇപ്പോൾ ഇന്ത്യൻ കൾച്ചർ ഇംബൈബ് ചെയ്തിട്ടുള്ള ഫോറിനേഴ്സ് ഉണ്ട്. മുടിയൊക്കെ ജട പോലെ വളർത്തി അങ്ങനെയുള്ളവരും ഉണ്ട് ഇവിടെ. ഇത് RK റെസിഡൻസി. ഇത് മറ്റൊരു ഗാർഡൻ വ്യൂ റെസ്റ്റോറൻറ്റ് പ്ലസ് താമസ സൗകര്യമൊക്കെ ഉണ്ട്. ഇത് നോക്കൂ, ബെഡ് സ്പ്രെഡ്സ്. ഇതിങ്ങനത്തെ ഒരു ബാക്ക് ഡ്രോപ്പായിട്ട് ഇങ്ങനെ ഇടുന്ന ഒരു കാര്യമാണ്. കണ്ടില്ലേ, പല റെസ്റ്റോറൻറ്റ്സിൽ ഇവരുടെ ഈ ടൈപ്പിലൊക്കെ ഇതാണ് ബാക്ക് ഡ്രോപ്പായിട്ട് ഇടുന്നത്. ഗണപതി എല്ലാം വെച്ച് പെയിൻറ്റിങ്സ്. ഇത് കണ്ടില്ലേ, വാൾ സ്പ്രെഡ്സ് ആണ് ഇതെല്ലാം. ഇതൊക്കെ നമ്മൾ ജയ്പൂരിലൊക്കെ കണ്ടാണ്. യെസ്, രാജസ്ഥാനിലൊക്കെ കാണുന്ന പോലെയാണ്. ഇങ്ങനെ പീസസ് കട്ട് ചെയ്ത് ഇങ്ങനെ തയ്ക്കുന്നത്. പില്ലോ കവേഴ്സ്, കുഷൻ കവേഴ്സ്, പിന്നെന്താ പറയുക, വാൾ ഹാങ്ങിങ്സ്, ഇതെല്ലാം ചെയ്യും. ഇവർക്ക് ലോണ്ടറി സർവീസ് ഉണ്ട്. ഇവിടെ എല്ലാം ഡ്രൈ ക്ലീനിങ് എന്ന് വെച്ചാൽ ഈ വരുന്ന ആൾക്കാർക്ക് കുറച്ച് ദിവസമൊക്കെ താമസിച്ചിട്ടാണ് പോകുന്നത് ഫോറിനേഴ്സ്. അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. ബൈക്സ് റെൻറ്റിന് വെച്ചിരിക്കുന്ന ഏരിയാസ് അതൊരുപാടുണ്ട്. ഇത് ദൂദു കഫേ. ഇത് കണ്ട വേറൊരു റിസോർട്ട്, KC ഗസ്റ്റ് ഹൗസ്. ദൂദു കഫേ, ഫലാഫൽ, വെജ് കുസ്കുസ്, ഫലാഫൽ പിറ്റ, ഇതെല്ലാം ഇസ്രായേലി ഫുഡ് കിട്ടുന്ന ജോയിൻസ് ആണ്. എല്ലായിടത്തും യോഗയുടെ പരസ്യം വെച്ചിട്ടുണ്ട്. യോഗ. അപ്പോൾ ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. കണ്ടില്ലേ, കുറേ പശുക്കൾ. അവരെല്ലാം മേയാൻ വിട്ടിട്ട് വൈകുന്നേരമായി കൊണ്ടുപോവാം. ഗോമാത. ഒരുപാട് ബ്രോൺസും സിൽവർ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ കടകൾ, അതെല്ലാം ധാരാളമുണ്ട്. മണി എക്സ്ചേഞ്ച് ഷോപ്സ്. ഞാനിങ്ങനെ ഈ ലോൺലി പ്ലാനറ്റിലും പിന്നെന്താ പറയുക ട്രിപ്പ് അഡ്വൈസറിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡഡ് റെസ്റ്റോറൻറ്റ്സിലേക്കാണ് കയറുന്നത്. ഇപ്പോൾ വേറൊരെണ്ണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗൗതമി എന്ന് പറഞ്ഞ ഗസ്റ്റ് ഹൗസ്, റെസ്റ്റോറൻറ്റ് ആൻഡ് ജർമ്മൻ ബേക്കറി എന്ന് ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ഇറ്റാലിയൻ വുഡ് ഫയർ ഓവൻ ഉണ്ട്, ലവാസ, ജർമ്മൻ ബേക്കറി.
കഫേ കൾച്ചർ ഇസ് ഡിഫറെൻറ്റ്. ഇവിടെ എല്ലാം മറ്റേ ആർട്ട് ഗാലറി ഉണ്ടാവും, അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു ആർട്ട് ഗാലറിയും ഇങ്ങനെ ഇരിക്കാനും റിലാക്സ് ചെയ്യാനും ഒക്കെ ഉള്ള രീതിയിലുള്ള സെറ്റിങ്സ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്, ചില്ലിങ് ഔട്ട് പ്ലേസ്. അപ്പോൾ ഈ ഗൗതമി ഫാം ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. ഇവിടെ വരുന്ന ഗസ്റ്റുകളായിട്ട് വരുന്ന ഫോറിൻ ടൂറിസ്റ്റുകളെല്ലാം ചിലപ്പോൾ വോളണ്ടിയർ ചെയ്ത് ഇവിടുത്തെ ഷെഫ്സുമാരാകുന്നു, ഇവിടെ കുക്കിങ്ങിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ അങ്ങനെ കുറേ കൂടെ ഇൻവോൾവ് ആണ്. പിന്നെ ഇവിടെ ഇതിനകത്ത് തന്നെ ഫ്ലൈറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്ത് കൊടുക്കും, ടൂർസ് ആൻഡ് ട്രാവൽസ് അതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കെഫേ ഉണ്ട്, ബേക്കറി ഉണ്ട്, കോഫി ഹൗസ്, ഇറ്റാലിയൻ കോഫി ഹൗസ് ഉണ്ട്. ചില്ലിങ് ഔട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് നോക്കാം, അകത്തേക്ക് നോക്കാം, അതേപോലത്തെ ഒരു പാറ്റേൺ ആയിരുന്നു. ഇവിടെയും കുറേ നല്ല ബേക്കറി ഫ്രഷ്ലി ബേക്ക്ഡ് ഐറ്റംസ് ഗുഡ്സ് ഉണ്ട്. ന്യൂട്ടല്ല ക്രോയ്സൻ്റ്, ചോക്ലേറ്റ് ക്രോയ്സൻ്റ്, ആപ്പിൾ പൈ, ചോക്ലേറ്റ് ബനാന പൈ, ലെമൺ കേക്ക്, ഫ്രഷ് ക്യാരറ്റ് കേക്ക്, ന്യൂട്ടല്ല സിനമൺ റോൾ, ഹണി നട്ട് കേക്ക്, ചോക്ലേറ്റ് കേക്ക്, ഫ്രഷ് ചോക്ലേറ്റ് ബോൾസ്, ന്യൂട്ടല്ല ഡോണട്ട് അഗെയിൻ, ബനാന ഹണി കേക്ക്. പിന്നെ ഇങ്ങനെ പോവാണ്, പീനട്ട് കുക്കീസ്. ഇവിടെ നല്ല ഫ്രഷ് ബ്രെഡ്, ഇങ്ങനെ എല്ലാം. ഇത് മറ്റൊരു ജർമ്മൻ ബേക്കറി, എല്ലാം ജർമ്മൻ ബേക്കറീസാണ്. പിന്നെ ചെരുപ്പെല്ലാം ഊരിയിട്ടല്ലേ അകത്ത് പോകാൻ പറ്റുള്ളൂ. അവിടെയും ബെഡ് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഇരിക്കുന്ന സ്ഥലമൊക്കെ. ഫുള്ളാണ്. ഞാൻ ലാഫിംഗ് ബുദ്ധയിൽ നിന്ന് നിറച്ച് കഴിച്ചിട്ടില്ലേ വന്നത്, അതുകൊണ്ട് എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല ഇവിടെ. ഞാനിങ്ങനെ മെനു നോക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഇവിടുത്തെ കെഫേയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാം, ഇറ്റാലിയൻ കെഫേ ഐറ്റം. അപ്പോൾ ഞാനത് എനിക്ക് തണുത്ത എന്തെങ്കിലും വേണം. സോ ഐസ്ഡ് ലാറ്റെ ഉണ്ട്, ഐസ്ഡ് അമേരിക്കാനോ ഉണ്ട്, ഐസ്ഡ് കപ്പിച്ചിനോ ഉണ്ട്. ഞാൻ ഐസ്ഡ് ലാറ്റെ പറഞ്ഞു. ഓക്കെ. പിന്നെ ഇവിടെ ഉള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഹോട്ട് ഡ്രിങ്ക്സ് കുറേ കാര്യങ്ങളുണ്ട്. അജ്വൈൻ ടീ, ഹെർബൽ ടീ, ലെമൺ ജിഞ്ചർ ഹണി, ലെമൺ ജിഞ്ചർ, അതിൻ്റെ വേറെ ജിഞ്ചർ ചായ്, മസാല ചായ്, കുറേ അങ്ങനത്തെ പോട്ടിൽ വരുന്നത്. പിന്നെ മിൽക്ക് ഷേക്സ്, പീനട്ട് ബട്ടർ ഹണി ഷേക്ക്, പിന്നെ കോഫി ഷേക്ക്, ചോക്ലേറ്റ് ഷേക്ക്, മോച്ച, ബനാന കോഫി, ഒന്നും പറയണ്ട, ഇഷ്ടംപോലെ ഷേക്സ്. സ്മൂത്തീസും അതുപോലെ തന്നെ ഒരുവിധം എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ആസ് യൂഷ്വൽ ഇന്ത്യൻ ഒത്തൻറ്റിക് ഫുഡുണ്ട്, സ്നാക്സ് ഉണ്ട്, നോൺ വെജ്, വെജ്. പിന്നെ അതർ കൺട്രീസിൻ്റെ വരുന്നു. ഇസ്രയേലി ഫുഡ് ഇഷ്ടം പോലെയാണ്. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്. ഫലാഫൽ, ലാഫ, പിന്നെന്താ ലബ്നി മഷ്റൂം പിറ്റ, സിവ ചീസ്, ഷിറ്റ്സൽ പാസ്ത, ജെറൂസലേം മിക്സ്, ജക്നൂൺ, ഹമി, ഇങ്ങനെ കുറേ സാധനം, ബൊറിക്കസ്, ഫ്രൈഡ് ചിക്കൻ ആൻഡ് ചീസ് വെച്ചിട്ടുള്ള ബൊറിക്കസ്, അങ്ങനെ കുറേ സാധനങ്ങൾ. സക്സുഖ, ഇതെല്ലാം ഭയങ്കര ഇസ്രയേലി ഫുഡിൻ്റെ ഒരു കളക്ഷനുണ്ട്. പിന്നെന്താ കോണ്ടിനെൻ്റൽ എല്ലാം ഉണ്ട്. സിസിലേഴ്സ് ഉണ്ട്, ബർഗേഴ്സ് ഉണ്ട്, പിന്നെ പിസ്സ ഐറ്റംസ് ഉണ്ട്, ഫില്ലേസ് ഉണ്ട്, ഇറ്റാലിയൻ ബേക്ക്ഡ് ചിക്കൻ ഉണ്ട്, ഗ്രിൽഡ് ചിക്കൻസ് ഉണ്ട്, ചിക്കൻ ഫ്രിക്കാസി ഉണ്ട്. ഇവിടെ ഈ എന്താ പറയുക ചില്ലിങ് പ്ലേസസ് ആയതുകൊണ്ട് വളരെ റിലാക്സ് ചെയ്ത് സമാധാനമായിട്ട് കൈയും കാലും ഒക്കെ എങ്ങനെ പൊക്കി വെച്ചിരുന്നാലും കുഴപ്പമില്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ ആൾക്കാർ ഇരിക്കുന്നത്. കുറേ പേരിങ്ങനെ പകുതി കിടക്കും, പകുതി ഒരു കാലുമേ കാല് കയറ്റിയിരിക്കും. അവരെല്ലാം വളരെ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ടല്ലേ നടക്കുന്നത്, വളരെ ഷോർട്ട് ടോപ്സും ഷോർട്ട്സും അങ്ങനെയൊക്കെ എല്ലാം ഇവിടെ 90% ഫോറിനേഴ്സ് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രൈവസിയിലേക്ക് നമ്മൾ കടന്ന് കയറാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് ഞാനിങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അകത്തേക്ക് പോയിരുന്നു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര റിലാക്സ്ഡ് മൂഡാണ്. ഒരു ലൈറ്റ് മ്യൂസിക്കും, കുറച്ച് ഡാർക്കായിട്ട്, കുറച്ച് കണ്ടില്ലേ, ഇപ്പോൾ ലൈറ്റൊന്നും അത് ഇട്ടിട്ടില്ല, ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് ലൈറ്റൊക്കെ ഇടും. അപ്പോൾ ഞാൻ ഇച്ചിരി വെളിയിലിങ്ങനെ സിറ്റിംഗ് ആയിട്ട് ടേബിളും ചെയറും ഇട്ടിട്ടുണ്ട്. ആ ഭാഗങ്ങളാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ അവൈലബിൾ. അപ്പോൾ വരുവാണെങ്കിൽ ഹംപിയിൽ വരാം. ഹംപിയിൽ വന്നാൽ ഒരു സൈഡ് ഓഫ് ഹംപി കാണാം ഭയങ്കരമായിട്ട്. താങ്ക് യു. ഐസ്ഡ് ലാറ്റെ കോഫി ആണ്. അയ്യോ മധുരമില്ല. ഇവിടുത്തെ സ്റ്റൈൽ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ പഞ്ചസാര സെപ്പറേറ്റ് ആയിട്ട് ഷുഗർ സിറപ്പാണ് കൊടുക്കുന്നത്. ആവശ്യാനുസരണം ഒഴിച്ച് കുടിക്കാം. എത്ര മധുരം വേണം അതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കോഫിയൊന്നും എൻ്റെ ഫേവറേറ്റ് അല്ല, പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കണ്ടേ ഇവിടുന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഹംപിയിലേക്ക് വരിക. ഹംപിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക, തുംഗഭദ്ര റിവറിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് കാര്യങ്ങളുള്ളത്. ഒരു സൈഡിലുള്ളത് ഹംപി, അവിടെ മുഴുവൻ ഹെറിറ്റേജ് മോണ്യുമെൻറ്റ്സ്, ടെമ്പിൾസ് എല്ലാം പഴയ വെച്ച് പൂജയുള്ള ക്ഷേത്രം ഒന്നേ ഉള്ളൂ, വിരൂപാക്ഷ ടെമ്പിൾ. പിന്നെ ഇഷ്ടം പോലെ ടെമ്പിൾസും മോണ്യുമെൻറ്റ്സും ഒക്കെ ഉണ്ട്.
അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് ബ്രിഡ്ജിലൂടെ സഞ്ചരിച്ച് സാധാരണ ബ്രിഡ്ജിൽ കൂടെ പാസ് ചെയ്ത് ഇങ്ങോട്ട് വന്നാൽ തൊട്ടപ്പുറത്താണ് ആനേഗുണ്ടി. ആനേഗുണ്ടി പറയുന്ന പഴയ വിജയനഗരം എംപയറിൻ്റെ ക്യാപിറ്റൽ. ഇവിടെ കൂടുതൽ കൃഷി സ്ഥലങ്ങൾ, പിന്നെ വില്ലേജസ്, പിന്നെ ഇങ്ങനെ ഒരു ഏരിയ തന്നെ ഉണ്ട്. ഇവിടെ കുറച്ച് ടെമ്പിൾസ് ഉണ്ട്, ലൈവ് ടെമ്പിൾസ് ഉണ്ട്. ദുർഗാ ടെമ്പിൾ, ശ്രീ മഹാലക്ഷ്മി ടെമ്പിൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഹനുമാൻ ജനിച്ച സ്ഥലം മങ്കി ടെമ്പിൾ. അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഇതിന് വേണ്ടി ഒരു സമയം മാറ്റി വയ്ക്കാം. ഒരു ദിവസം വേണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വന്ന് താമസിക്കാം. ചില്ലിങ് ഔട്ട് റെസ്റ്റോറൻറ്റ്സ് ഇഷ്ടം പോലെ വരാം, അങ്ങനെയും എൻജോയ് ചെയ്യാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു. അപ്പോൾ ഈ ഒരു ലൈഫും കാണണ്ടേ, ഫോറിനേഴ്സ് വന്ന് താമസിക്കുന്ന ഒരു രീതി. അപ്പോൾ നമ്മൾ ആരും അല്ലാതെ ഒരു അനോണിമിറ്റിയിൽ ഇവിടെ വന്നാൽ നമ്മൾ ആരാണ് എന്താണെന്നൊന്നും പ്രഖ്യാപിക്കാതെ നമ്മളൊരു ഫ്രീക്ക് സ്റ്റൈലിൽ ഇതുപോലെ അവരൊക്കെ ഡ്രസ്സ് ചെയ്യുന്ന പോലെയൊക്കെ ഡ്രസ്സ് ചെയ്ത് ആ ഒരു സ്റ്റൈലിലൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്ത് നമ്മളല്ലാതെ നടക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അങ്ങനെ നടക്കുക. നമ്മുടെ നാട്ടിൽ നിന്നൊന്നും ആരും വന്ന് നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇവർക്ക് നമുക്ക് റിലാക്സ് ചെയ്ത് ഇങ്ങനെ അങ്ങനെ പോവാം. വളരെ എന്താ പറയുക, അറിയപ്പെടുന്ന ആൾക്കാർ പോലും അറിയപ്പെടാത്ത ആൾക്കാരായിട്ടും. അതാണ് ഈ അനോണിമിറ്റി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരും നമ്മളെ നോക്കുന്നു അല്ലെങ്കിൽ നമ്മളെ നോക്കുന്നു. മറ്റേ നാട്ടിലാണെങ്കിൽ എല്ലാവരും എങ്ങോട്ട് തിരിഞ്ഞാലും ആരെങ്കിലും കണ്ടു നോക്കി എന്നൊക്കെ തോന്നില്ലേ. ഇവിടെ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കാം, അങ്ങനെ നടക്കാം. വേറെ ഒരു കാര്യത്തിനുമല്ല, നമ്മളായിട്ട് കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം 2 ദിവസം ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കെൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളായിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. എന്നെ എല്ലാവർക്കും ഇപ്പോൾ അറിയാമല്ലോ. മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും എന്നെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം എനിക്ക് അങ്ങനത്തെ ഉദ്ദേശങ്ങളൊന്നുമില്ല. ഞാൻ ഇവിടെ ഷൂട്ടിങ്ങിന് വന്ന് ഷൂട്ട് ചെയ്യുന്നു, പോകുന്നു. ഇതെല്ലാം മനസ്സിലാക്കാനാണ് വരുന്നത്. പക്ഷേ ഞാൻ എല്ലാവർക്കും വേണ്ടി പറഞ്ഞു തരാണ് ഇവിടെ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഒറ്റയ്ക്കുള്ള ലോൺ ട്രാവലേഴ്സ്, ഗ്യാങ് ആയിട്ട് വരുന്നവർ, ഫ്രണ്ട്സായിട്ട് വരുന്നവർ, അങ്ങനെ കപ്പിൾസ്, ആർക്കാണെങ്കിലും വരാമല്ലോ. അപ്പോൾ എനിക്കിവിടെ എല്ലാം വന്ന് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു മൂഡെന്ന് പറഞ്ഞാൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു മൂവിയാണ് ചാർലി മൂവി. ചാർലി എന്ന് പറഞ്ഞ സിനിമയിൽ ദുൽഖറും പാർവതിയും അഭിനയിച്ച മൂവിയിൽ അവരുടെയൊക്കെ ഒരു സ്റ്റൈലിൽ ദുൽഖറൊക്കെ ഇങ്ങനെ നടക്കുന്നില്ല, ഒരു ഫ്രീക്ക് സ്റ്റൈലിൽ. അതുപോലെയൊക്കെ ഉള്ളൊരു ടോട്ടാലിറ്റിയിലാണ് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത്. ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡിലും ഒക്കെ ഇങ്ങനെ. പക്ഷെ അത് കൂടുതലും ഇന്ത്യൻസ് അല്ല, കൂടുതലും ഫോറിനേഴ്സാണ് ഇവിടെ ആ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ കാണുന്ന ചില വാക്കുകളുണ്ട്. ശിവ, പിന്നെന്താ ബുദ്ധ, പിന്നെ ആയുർവേദിക് ഹെൽത്ത്, ബ്യൂട്ടി കെയർ, യോഗ, റിഫ്ലെക്സോളജി, കുണ്ടലിനി മസാജ്, ശിരോധാര, പിന്നെന്താ പിന്നെ മ്യൂസിക് തെറാപ്പി, പിന്നെ ഉണ്ട് പിന്നെ ടാറ്റൂയിങ്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ അതൊക്കെ ധാരാളമുണ്ട്. യോഗ ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ അവിടെയൊക്കെ കാണാം. പിന്നെ ആർട്ട് ഗാലറീസ്, പിന്നെ സിൽവർ ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസ്, ജുവൽസ് അത് വെക്കുന്ന സ്ഥലങ്ങൾ, സൊവിനിയർ ഷോപ്സ്, പിന്നെ കുറേ കാര്യങ്ങൾ. പിന്നെ സ്മോക്കിങ്ങിൻ്റെ കാര്യങ്ങൾ എല്ലാം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. പല ടൈപ്പ് ഓഫ് സ്മോക്കിംഗ് സംവിധാനങ്ങൾ അങ്ങനെ. അയ്യോ, ഇവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ രസമായിട്ട് കാണാം. അങ്ങനെ ഹംപിയിൽ നമ്മൾ കണ്ട ഒരു മൂഡിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂഡിലൂടെയാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ആംബിയൻസ് ഉള്ള സ്ഥലത്തിലൂടെ ആനേഗുഡി എന്ന് പറഞ്ഞ സ്ഥലത്തെ ആ ഒരു ഏരിയയിൽ നിന്നും നമ്മളിങ്ങനെ നടന്ന് കാറിൻ്റെ ഭാഗത്തേക്ക് പോകും. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സന്ധ്യാസമയമാകുന്നു. ഇപ്പോൾ നടുക്കൊരു ബ്രിഡ്ജ് പാസ് ചെയ്ത് പോകുമ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച, ഇതൊരു കനാൽ ഇങ്ങനെ പോകുന്നത്. ഇത് തുംഗഭദ്ര നദിയിൽ നിന്നുള്ള ജലം സോനാപുര ലേക്ക്, നമ്മൾ കണ്ടില്ലേ ഡാം സൈറ്റ് പോലുള്ള ഒരു ലേക്ക്, സോനാപുര ലേക്കിലേക്കുള്ള വെള്ളം ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ കനാൽ വഴി ഡാമിലെത്തും. അവിടെ നിന്നും ചെറിയ ചാല് വഴി കൃഷി സ്ഥലങ്ങളിലേക്കൊക്കെ തിരിച്ചു വിടുന്നൊരു ഏരിയയാണ്. നല്ല കറക്റ്റ് സിറ്റിയുടെ നടുക്ക് കൂടി ഇങ്ങനെ പോവാണ്. എന്ത് രസമായിരിക്കണം. ഇതിൻ്റെ മേളിൽ കൂടിയെല്ലാം പക്ഷിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ പറന്ന് നടക്കാണ്. കൂടണയുന്ന സമയമായല്ലോ. ഇഷ്ടം പോലെ നല്ല രസമുണ്ട്. അവരെല്ലാം ഇങ്ങനെ പറന്ന് നടക്കുന്നു. ഇവിടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു. റോഡിൻ്റെ നടുക്ക് ഒരു പാലം, 2 സൈഡിലും ഇങ്ങനെ തുംഗഭദ്ര നദിയുടെ സമൃദ്ധമായ ജലമാണ് സോലാപുര ലേക്കിലേക്ക് വിടുന്നത്. കിളികളെല്ലാം കൂടണയാറായി, എനിക്ക് കൂടണയാൻ സമയമായി വരുന്നു. കണ്ടില്ലേ,
ഇതെല്ലാം സനാപുര ലേക്കിലേക്കാണ് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആ സനാപുര ലേക്കെല്ലാം കിഷ്കിൻഡ ഭാഗം എന്നാണ് പറയുന്നത്. അതായത് കിഷ്കിൻഡ ആണെന്ന് വിശ്വസിക്കുന്ന ഏരിയാസാണ് ഈ ആനേഗുണ്ടിയെല്ലാം. കിളികളുടെ ഒരു കാര്യം നോക്കൂ, എൻ്റെ ദൈവം എത്താന്ന് പറക്കും, ഇടയ്ക്കിടയ്ക്ക് മേളിലേക്ക് പോവും. കുഞ്ഞു കിളികൾ, സ്പാരോസ്. ഹാപ്പി, നോക്കൂ എന്തൊരു രസമായിട്ട് കിടന്ന് കറങ്ങുന്നത്, ഒരു സങ്കടമില്ല. ഇനി കൂട്ടിലേക്ക് പോയാൽ മതിയല്ലോ, ഹാപ്പി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ, ആനേഗുണ്ടി വിശേഷങ്ങൾ, ഹംപി വിശേഷങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളല്ലേ നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടുത്തെ ജനജീവിതം എന്താണ്, ആൾക്കാരൊക്കെ എങ്ങനെ, പാവങ്ങളാണ്, സാധാരണക്കാരാണ്, വളരെ നല്ലവരാണ്, വേറെ ഒരു കുഴപ്പമില്ല. കുറേ ക്ഷേത്രങ്ങളും പിന്നെന്താ കുറേ മോണ്യുമെൻറ്റ്സും, അതിനിടയ്ക്ക് സമൃദ്ധമായ വയലുകൾ. ഈ ആനേഗുണ്ടി മുഴുവൻ നെൽകൃഷിയാണ്. ഏതാണ്ട് 10-28 റൈസ് മിൽസ് ഉണ്ടെന്നല്ലേ പറയുന്നത്. പിള്ളേരെ സെറ്റ് വന്ന് നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. നോക്കുന്നതാണോ? ഏതായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. രണ്ട് കോൺട്രാസ്റ്റ് ആണ്. ഒരു സൈഡിൽ കംപ്ലീറ്റ് ഹെറിറ്റേജ് പ്ലേസസ്, ടെമ്പിൾസ്, ലൈഫ് ടെമ്പിൾസ് അല്ല, കൂടുതലും എന്താ പറയുക, പ്രതിഷ്ഠയില്ലാത്ത ക്ഷേത്രങ്ങൾ, ആർക്കിയോളജിക്കൽ മോണ്യുമെൻറ്റ്സ് ആയി മാറിയ കുറേ സ്ഥലങ്ങൾ, പാലസിൻ്റെ ബേസ്മെൻറ്റ്സ്, അതെല്ലാം ഹംപി ഭാഗം. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആനേഗുണ്ടി മുഴുവൻ കൃഷി സ്ഥലങ്ങൾ. ഹംപിയിലും കൃഷി സ്ഥലം ഇല്ല എന്നല്ല, അവിടെയും ധാരാളമായിട്ടുണ്ട്. പക്ഷേ കൂടുതൽ നെൽകൃഷി കൂടുതൽ ഇവിടെയാണ് കൂടുതൽ കൾട്ടിവേഷൻ ഞാൻ കാണുന്നത്. ഇങ്ങനെ സമൃദ്ധമായി തുംഗഭദ്ര നദി ഇങ്ങനെ കനാൽ വഴി ആ ലേക്കിലേക്ക് അല്ലെങ്കിൽ ആ ഡാം സൈറ്റിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച. ടൂറിസം ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണ് ഇവർക്ക്, അഗ്രികൾച്ചർ കഴിഞ്ഞാൽ. അതിൻ്റെ ഭാഗമാണ് നമ്മൾ കണ്ട ഒരു ഏരിയ മുഴുവനും ആനേഗുണ്ടിയിൽ. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ബൈക്ക് റെൻറ്റ് ചെയ്ത് കൊടുക്കുന്നു, പിന്നെ സൈക്കിൾ റെൻറ്റിങ്, പിന്നെ ഇഷ്ടംപോലെ കാര്യങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും.